അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കിട്ടിയ മൈക്കോ 100 അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങളുടെ മൂന്നാമത്തെ ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി ആണ് നമ്മളിവിടെ ഒരുമിച്ച് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നതുപോലെ തന്നെ ഇമാമുൽ അയിമ്മത്തി വൽ ഉമ്മ ഇമാമുൽ ശാഫിഈ അവർ രണ്ടാളും പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഉലമാ ഔലിയാക്കന്മാരല്ല, ഔലിയാ അല്ലെങ്കിൽ ഭൂലോകത്ത് ഔലിയായില്ല. അപ്പൊ ചരിത്രം നമ്മൾ നോക്കിയാൽ നമ്മുടെ അല്ലയിമ്മത്തുൽ അർബഅത്ത് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുതൽ നോക്കിയ എല്ലാ പണ്ഡിതന്മാരും ഇവിടെ പലവിധത്തിലുള്ള കറാമത്തുകളും അവര് കാണിച്ചിട്ടുണ്ട്. അപ്പൊ പണ്ഡിതന്മാരെല്ലാം ഔലിയാക്കന്മാരാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ തഖൂമു സാഅത്ത്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു ചെറിയ സംഘം ഖിയാമത്ത് നാൾ വരെക്കും ഹക്കിന്റെ മേൽ നിലനിൽക്കുന്ന ഒരു ചെറിയ സംഘം. ത്വായിഫത്തിന്റെ അർത്ഥം തന്നെതാണ്. അങ്ങനത്തെ ഒരു സംഘം ഖുർബുസായത്ത് വരെക്കും ഇവിടെ ഭൂമിയിൽ നിലനിൽക്കും എന്ന് പറഞ്ഞ ഹദീദിനെ വിവക്ഷിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു. അത് എന്റെ ഈ മൗലൂദ് കിതാബിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങളുടെ മൗലൂദ് എഴുതാൻ തുടങ്ങിയത് മുതൽ എനിക്ക് പല നിലക്കുള്ള വിഷമങ്ങളുണ്ടായിരുന്നു. മുമ്പ് ചില കിതാബുകളും കുറിപ്പാത്തുകളൊക്കെ എഴുതിയിരുന്നു. തങ്ങളുടേത് എഴുതാൻ തുടങ്ങിയത് മുതൽ കിതാബ് എടുത്ത് വെച്ചിരുന്നാലേ പേന രണ്ടായി കാണും, വിരല് രണ്ടായി കാണും, ഒരു നിലക്കും എഴുതാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ എനിക്ക് എഴുതാനാണെങ്കിൽ സമയവും കിട്ടൂല. ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങളുടെ എല്ലാ നിലക്കും ആദരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഔലിയായി അൽ ഖുതുബു ഷഹീദ് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി ഖദ്ദസല്ലാഹു സുറൂഹുൽ അസീസ് അവരെയും എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി ബഹുമാനപ്പെട്ടവരെയും തവസ്സുലാക്കിക്കൊണ്ട് ഈ മൗലൂദ് കിതാബ് തുടങ്ങുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ലാസ്റ്റിൽ അവർ രണ്ടാളുടെ മേൽ ഒരു 2 ഫാത്തിഹയും ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കിതാബിന്റെ ആദ്യത്തിൽ തവസ്സുൽ ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട റജുലുൻ സാലിഹി എന്ന് വിശേഷിപ്പിക്കുന്ന കക്കടിപ്പുറത്തിന്റെ വക്കൽ നിന്നും കിട്ടിയ ഒരു ഫായിദത്തുൻ നദീമത്തുൻ എന്ന് പറയുന്ന ഒരു ഫായിദ ഈ കിതാബിന്റെ ആദ്യത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ലാസ്റ്റിലും അല്ലാഹു മിൻ യസൂലുക ബിജാഹി നബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ വതുറാബിഹി ത്വയ്യിബി ത്വാഹിർ വമാ ലമ്മഹു അല്ലാ തുഅസിബ ഹാദൽ മയ്യിത. ഇതിനെ 3 വട്ടം ജനാസ അടക്കിയതിന് ശേഷം ഖബറിൽ നിന്നിട്ടും പറഞ്ഞാൽ തങ്ങളുടെ ഹുർമത്ത് കൊണ്ട് ആ മയ്യത്തിനെ അല്ലാഹു നരകത്തിനെ തൊട്ട് വിടുതൽ ചെയ്യുമെന്ന് ഇബ്നു ഹജലത്തുൽ ഹനഫി എന്നവരെ തൊട്ട് ഗൻസുർ റാഗിബിൻ എന്ന കിതാബിൽ, ഇതും ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തിന്റെ വക്കിൽ നിന്നും കിട്ടിയതാണ്. ആ കാര്യം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. തവസ്സുൽ എന്തുകൊണ്ടും പഴയ കാലത്തെയുള്ള അനുഭവമാണ് എന്ന നിലക്ക് അതും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സമയപരിമിതം. എന്നതുപോലെ തന്നെ പേരോട് ഉസ്താദിനെ പോലത്തെ ആൾ ഉള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. തങ്ങളെ ഒരു തർദിയത്ത് മാത്രം ഞാൻ ഈ കിതാബൊന്ന് നോക്കുക എല്ലാവരും.
رضي الله عن البخاري رضي الله عن ذي الفخار رضي الله عن تاج علمي رضي الله عن ملجأ قومي رضي الله കിതാബ് ഏറെക്കുറെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി പിടിച്ചിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമായ ഒരു ദോഷം ഇതിനുണ്ട്. ഞാൻ ഉണ്ടാക്കി എന്നത് ഏറ്റവും ഒരു ദോഷമാണ്. അത് കഴിച്ചാൽ കിതാബ് ഏറെക്കുറെ നല്ല കിതാബാണ്, വലിയ ദോഷമൊന്നുമില്ല. അത് ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാൽ അറിയും. അതുകൊണ്ട് ഇനി മറ്റേതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വേണ്ടതുപോലെ സംസാരിക്കാം. ഇപ്പൊ പേരോട് ഉസ്താദിനെല്ലാം വേഗം പോകാനുള്ളത് കൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ല, പിന്നെ ഇവിടെ 10 മിനിറ്റ് അല്ലേ, 10 മണിക്ക് നിർത്തണമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉള്ളാളം നിങ്ങളുടെ ജാഹ് ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബം ബന്ധപ്പെടുന്നവർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവരുടെ ശരീരത്തിൽ ബാധിച്ച എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരട്ടെ. എന്നതുപോലെ തന്നെ ഭർത്താവില്ലാതെ വിഷമിക്കുന്ന പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ഭർത്താവ് തങ്ങളുടെ ജാഹ് ബറക്കത്തുകൊണ്ട് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു തആല മക്കളെ നൽകട്ടെ. ഞാൻ എന്റെ ഈ കിതാബില് സാദാത്യങ്ങളെ കുറിച്ച് ചീത്ത പറയുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബുണ മദ്ഹബിന്റെ ഇമാം ഇബ്നു ഹജർ ഹൈതമിയെ തൊട്ട് നക്കലായിട്ട് ഞാൻ അത് എഴുതിയിട്ടുണ്ട്. എന്നതുപോലെ തന്നെ കബീല, ബുഖാരി കബീല എന്ന് പറഞ്ഞിട്ട് ഒരു കബീലയില്ല എന്നെല്ലാം ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നവരുണ്ട്. കബീലയെല്ലാം ഞാൻ സമർത്ഥിച്ചിട്ട് എന്റെ കിതാബിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ തിരക്കുള്ള നന്നായിട്ട് ഒന്ന് വായിച്ച് ഓതണം. പള്ളിയിലുള്ള മുസ്ലിയാരെ കൊണ്ട് ഓദിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 300 രൂപ കൊടുക്കണം. കാരണം വലിയ കിതാബാണ്. കാരണം 60 പേജോളം ഉണ്ട്. നല്ല കാര്യമായ കിതാബാണ്. ഇനിയും നമുക്ക് കിതാബിനെ ഉണ്ടാക്കാനും എന്നതുപോലെ തന്നെ മറ്റ് ദീനി ഖിദ്മത്ത് ചെയ്യാനുള്ള ആഫിയത്തെല്ലാം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ.